വളരെയധികം വേദനയോടെയും ഉത്കണ്ഠയോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വേളയിൽ ആലപ്പോ സിറിയയിൽ അതിഭയങ്കരമായിട്ടുള്ള ഉം, ഇത് നടക്കുകയാണ്. യുദ്ധം അല്ലെങ്കിൽ തമ്മിൽ തല്ല് പോലെയുള്ളൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ജോ ബൈഡൻ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഇത്രയും പ്രായമായ മനുഷ്യൻ ട്രംപിന് അധികാരം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇതെല്ലാം അടിച്ച് നിരത്താണോ? യുക്രൈന് വലിയ ആയുധങ്ങൾ മിസൈല് കൊടുത്ത് റഷ്യനെ അടിക്കുന്നു. ഇവിടെ സിറിയയിൽ ആലപ്പോയിൽ ആകെ അങ്ങോട്ട് പൊട്ടി. ലെബനനിലെ പ്രശ്നം തീർന്നപ്പോൾ സിറിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അതും ആലപ്പോ എന്നൊരു സിറ്റിയിലാണ് ഇപ്പോൾ കത്തിപ്പടരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വയലൻസ്, ഇത്രയും മനുഷ്യർ തമ്മി തല്ലി ചാവുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഈ ഒരു മതം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞ് തല്ലി നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു കാലഘട്ടങ്ങളിൽ ഈ സിറിയ, ലെബനൻ, ഇറാഖ്, അതല്ലെങ്കിൽ ഇറാൻ, ഈ മേഖലയൊക്കെ ഒരു ജൂത ക്രിസ്ത്യൻ ഇതായിരുന്നു, ജുഡായി ക്രിസ്ത്യൻ പാരമ്പര്യമൊക്കെയായിരുന്നു. അപ്പം ഇസ്ലാം വന്നതോടുകൂടി കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾ അവിടെ അടിയും ബഹളാണ്. അടിച്ചടിച്ച് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ജൂതന്മാരെയൊക്കെ ഈ രാജ്യങ്ങളിൽ നിന്ന് ഓടിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മറ്റു മതക്കാരൊക്കെ പോയി, ഇനി ഇവർ സമാധാന മതക്കാർ സമാധാനത്തിൽ ഇവിടെ സിറിയയിലും ഇറാഖിലും ലെബനനിലും ഒക്കെ ജീവിക്കുന്നു വിചാരിച്ചു. ഇവര് തമ്മി തല്ലി മനുഷ്യന് അങ്ങോട്ട് രക്തപ്പുഴ ഒഴുക്കാണ്. തല്ലി ചാവ. ഷിയ സുന്നിനെ കൊല്ലുന്നു, അഹമ്മദികളെ കൊല്ലുന്നു, യസീദികളെ കൊല്ലുന്നു. ഈ ഒരു മുസ്ലിം മതത്തിൽ തന്നെ തല്ലി അങ്ങ് ചാവ. എന്നിട്ട് പുറത്തേക്ക് കുറെ വക്താക്കൾ വന്നിരുന്ന് പറയാ ഇത് സമാധാനത്തിന്റെ മതാന്ന്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എത്രയോ 3-4 ട്രില്യൺ ഡോളേഴ്സ്, കോടാനുകോടി രൂപയാണ് അമേരിക്ക കൊണ്ട് ഇറക്കിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഹമീദ് കർസായിനെ യുദ്ധം തീർന്ന് ഒസാമ ബിൻ ലാദനും താലിബാനും ഒക്കെ അവിടെ നിന്ന് ഓടിപ്പോയ സാഹചര്യത്തിൽ 2000 ഏകദേശം 2005, 2006 കാലഘട്ടത്തിലൊക്കെ ആ യുദ്ധം ഒന്ന് തണുത്തു വന്ന സമയത്ത് ജോർജ് ബുഷ് ഹമീദ് കർസായിനെ അവിടുത്തെ പ്രസിഡന്റാക്കി നിയോഗിച്ചു. എന്നിട്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ കാണായിരുന്നു, ജോർജ് ബുഷ് പറയാണ്, എനിക്ക് എന്നും വീഡിയോ കോൺഫറൻസ് വേണം. ഇറാഖ് പ്രസിഡന്റും ഹമീദ് കർസായി അഫ്ഗാനിസ്ഥാനത്തെ പ്രസിഡന്റായിട്ട് എനിക്ക് കണ്ണി നോക്കി സംസാരിക്കണം, ഓവൽ ഓഫീസിൽ ഇരുന്നിട്ട് എന്താണ് അവിടുത്തെ ഡെവലപ്മെന്റ് എന്ന്. അദ്ദേഹം കുറെ ശ്രമിച്ചു. ജോർജ് ബുഷ് ഒബാമയ്ക്ക് കൈമാറി. ഒബാമയ്ക്കും ഈ യുദ്ധം നിർത്താൻ പറ്റണില്ല. ഒബാമ 8 കൊല്ലം ഭരിച്ചിട്ട് ട്രംപിന് കൈമാറി ഈ യുദ്ധം. അത് കഴിഞ്ഞ് താലിബാന്റെ ആൾക്കാർ ക്യാമ്പ് ഡേവിഡ് എന്ന് പറഞ്ഞ പ്രസിഡന്റിന്റെ ഇങ്ങനെ ഈ ലോകരാഷ്ട്ര നേതാക്കൾ വരുമ്പോൾ സംഘിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് താലിബാന്റെ നേതാക്കന്മാർ വന്നു. ഡയറക്റ്റ് ഡീല് എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഈ $3 ട്രില്യൺ ഇവിടെ പൈസ ഇറക്കുമ്പോൾ ഈ പണം പോകുന്നത് എവിടേക്കാന്ന് പറയട്ടെ, അവിടുത്തെ ഒരു ലോക്കൽ നേതാക്കന്മാരുണ്ട് താലിബാന്റെ. അവർ പറയും എനിക്കൊരു ഓഫീസ് വേണം, എനിക്ക് ഇത്ര $1 മില്യൺ വേണം, ഞാനൊരു ഓഫീസ് ഇടാം, ഞാനിവിടെ സമാധാനം കൊണ്ടുവരാം. അവർ കുറേ പൈസ വാങ്ങും. അപ്പോൾ വേറൊരു ചെറിയ നേതാവ് വന്നിട്ട് അവരെ തല്ലി നശിപ്പിച്ചില്ലാണ്ടാക്കും. ഈ ഫർണിച്ചറും ഈ സാധനങ്ങളും ഈ ഓഫീസും കുന്തം കുറച്ചൊക്കെ ഒക്കെ അങ്ങോട്ട് വെട്ടി വെച്ച തമ്മി തല്ലി ചാവ, തമ്മി തല്ലി നശിച്ച് സ്വയം മനുഷ്യ കുരുതി കൊടുക്കുന്ന ഒരു തരം യുദ്ധം. ഈ വേറെ ആരും അവിടെ ഇടപെടുന്നില്ല. സിറിയ ആണെങ്കിലോ ലെബനൻ ആണെങ്കിലോ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ അവസാനം ജോ ബൈഡൻ പറഞ്ഞു നിങ്ങൾ തല്ലി ചാവുന്ന. ഖത്തർ അതിന്റെ മധ്യസ്ഥയിൽ നിന്ന് അങ്ങനെ വിട്ടുകൊടുത്തു. ഓക്കെ, ഇപ്പൊ ജോ ബൈഡൻ ഇവര് താലിബാനായിട്ടുള്ള കരാർ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് ഓവർഫ്ലോ വരരുത്. കാരണം നിങ്ങൾ തമ്മിൽ തല്ലി ചത്തോ, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഈ ബേസുകളൊക്കെ നിങ്ങിയെടുത്തോ, അവിടെ കിടക്കുന്ന തോക്കും ഹമ്മറും ടാങ്കുകളും ഇതൊക്കെ വെച്ച് ഇവന്മാരിപ്പോ ഓടിക്കുകയാണ് താലിബാൻ. എന്ന് അമേരിക്കൻ സേന അവിടുന്ന് പിൻവാങ്ങി. നിങ്ങൾക്കറിയാം, ഒരു C-17 അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നു, ആൾക്കാർ തൂങ്ങിക്കിടന്ന പ്ലെയിനിൽ നിന്ന് താഴെ വീണ് ചാവുന്നു. കാരണം ഇത്ര വയലന്റ് ആണ് ഇവരുടെ ഇത്. കാരണം അവിടെ നിന്നിരുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ ഇതൊക്കെ ആലോചിക്കുമ്പേ. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പം
കൊച്ചി എന്ന സ്ഥലത്ത് പാലാരിവട്ടത്ത് ഒരു നേതാവ് ഇരിക്കുന്നു, കല്ലൂർ ഒരു നേതാവ് ഇരിക്കുന്നു, എടപ്പള്ളിയിൽ ഒരു നേതാവ് ഇരിക്കുന്നു. ഇവർ അങ്ങോട്ട് പോയിട്ട് പാലാരിവട്ടത്തുള്ള പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും കൊല്ലുന്നു. അപ്പൊ പാലാരിവട്ടത്തും വേറൊരു ടീം വന്നിട്ട് കലൂരുള്ളവരൊക്കെ കൊല്ലുന്നു. ഇതാണ് ഇവരുടെ രാജ്യങ്ങളിൽ നടക്കുന്നത്. പാലപ്പോല് നടക്കണ്, ഡമാസ്കസ്, അങ്ങനെ തല്ലി രക്തപ്പുഴൊഴുക്കാണ്. ഞാനത് പറയാൻ വ്യക്തിപരമായിട്ട് ഞാൻ അടുത്ത് പ്രവർത്തിച്ച മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുമാത്രം കഷ്ടമാണെന്നറിയോ ഇത് ഈ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അഭയാർത്ഥികളായിട്ട് സ്ത്രീകളും പെണ്ണുങ്ങളും അവർക്ക് ഡയറക്റ്റ് അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവരൊരു ബോട്ടിൽ ഒരു 100-500 ആൾക്കാരൊക്കെ കയറി ഇത് മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി ഒക്കെ മരിക്കുകയാണ്. കാരണം കടൽ എന്ന് പറഞ്ഞാൽ ഇവർ ബോട്ടും കൊണ്ട് പോണ പുഴയല്ല, നമ്മുടെ ഒരു അരുവിയോ നദിയല്ല. കടല് നടുക്ക് ചെല്ലുമ്പോൾ ഈ ബോട്ടിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് ആടി മുങ്ങി മരിക്കണ ആണും പെണ്ണും എല്ലാം മുങ്ങി കടലിൽ ചാവണം. കുറെ ഇറ്റാലിയൻകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, സ്പെയിനുകാർ രക്ഷിക്കണ്, യൂറോപ്യൻ യൂണിയനും മടുത്തു. കുറെ ഇങ്ങനെ ടർക്കിഷ് അതിർത്തി കൂടിയിട്ട് കടന്ന് യൂറോപ്പിലേക്ക് വരണം. അപ്പൊ എർഡോഗാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ടർക്കി നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അലൈയാണ് ആള്. ഇവിടെ ഇരുന്നിട്ട് എല്ലാ തീവ്രവാദികളെ കടത്തിവിടാണ് യൂറോപ്പിലേക്ക്. കാരണം അവിടെ മതം വളരട്ടെ എന്ന് വേണ്ടി കടത്തിവിടാണ്. സായിപ്പ് വലിയ വില്ലനാ. സായിപ്പ് ഈ മതം സായിപ്പ് കൊണ്ടുവന്ന് ഇവിടെ മധ്യപൂർവേഷ്യയിൽ അലക്കും ഇതിന് പകരമായിട്ട്. ഇവിടെ തീവ്രത വളർത്താനും ശ്രമിക്കില്ല. അതൊക്കെ ഇമ്മാനുവൽ മാക്രോണൊക്കെ 250 ആൾക്കാരെ പിടിച്ച് പുറത്താക്കി ഒരു പ്രൊഫസറിനെ കഴുത്ത് വെട്ടി കൊന്നതിന്. ആ തീവ്രവാദമൊന്നും അവർ യൂറോപ്പിൽ കുറച്ചൊക്കെ കാണിച്ചു കൂട്ടാം, പതുങ്ങി വരാണ്. യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഈ കളി അവർ സമ്മതിക്കില്ല. അവർക്കുള്ള ബുദ്ധി അവർ കണ്ട് അവർ അവിടെ നിന്നോട്ട് ബേസ് തൊട്ട് തകർത്തു വരും. ഇപ്പൊ സിറിയയില് പൂട്ടിന്റെ സൈന്യമുണ്ട്. കാരണം ബാഷർ അൽ അസദാണ് അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് പൂട്ടിൻ, അവരുടെ സഖ്യകക്ഷിയാണ്. പൂട്ടിൻ ഒരു മേഖലയിൽ നിൽക്കണ്. വടക്ക് ഭാഗത്ത് അമേരിക്കയുടെ ഒരു ബേസ് ഇട്ടിട്ട് അമേരിക്ക ഒരു സൈന്യമായിട്ട് നിൽക്കണ്. യൂറോപ്യൻ യൂണിയൻ ആവുന്നത്ര ടർക്കിയുടെയും വക എർഡോഗന്റെ വക കുറെ ആൾക്കാരൊക്കെ അതിന്റെ ചുറ്റും നിൽക്കുക. ഇവർ എന്തിനാ നിൽക്കണം? ഇവർ തമ്മിൽ കാരണം ഇവർ പ്രൊഫഷണൽ ഫോഴ്സസ് ആണ്. വിത്തിൻ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതിന്റെ മേലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, വിദേശകാര്യ മന്ത്രിമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ പ്രശ്നത്തെക്കുറിച്ച്. അവർ പറയും നമ്മ തമ്മിൽ ഉരസൽ വരരുത് അവിടെ. കാരണം US-ഉം റഷ്യയും തമ്മിൽ സിറിയയിൽ ഉരസൽ വരാണ്ടിരിക്കാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുന്നത്. കാരണം ഇത് ഓവർഫ്ലോ ആവും. ഇവരവിടെ നിന്നില്ലെങ്കിൽ സേനനെ വെച്ചില്ലെങ്കിൽ ഇവര് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും റഷ്യയിലേക്കും ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവും. ചൈനയിലേക്ക് പോവില്ല. കാരണം ചൈനയിൽ സി ജിൻപിങ് വില്ലനായി. ഇവരെങ്ങനെ അടിച്ചൊതുക്കുന്നുള്ള അറിയാം. അദ്ദേഹം അവിടെ ഉയ്ഗർ മുസ്ലിംസിനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് അതിന്റെ പേരിലാണ്. അപ്പൊ ഇത് ഓവർഫ്ലോ വന്ന് അമേരിക്കയിലും യൂറോപ്പിലും വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന കുറച്ച് സഹോദരിമാരായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അവര് ആകെ ഗതി കെട്ടു. പിള്ളേരും ഒരു കുഞ്ഞു കൊച്ചൊക്കെ ആ കരയ്ക്ക് മരിച്ചു കിടക്കുന്നത് കാണണം നമ്മൾ. ഇവർ ബോട്ടുകൾ മുങ്ങിയിട്ട് ഇവർ രക്ഷപ്പെട്ട് ഓടിപ്പോവാണ്. കാരണം ഇവർ ഒരു AK-47 വിട്ട് കിട്ടുന്നവരൊക്കെ കൊല്ലാണ് ഇവര്. ഒരു കയ്യിൽ കിട്ടുന്ന ഈ തീവ്രവാദിയാണോ, ഇവരുടെ മതം തന്നെ ഇതാണോ, സമാധാനത്തിന്റെ മതം ഇതാണോ എന്ന് തമ്മിലടിച്ച് ഷിയ സുന്നി എന്നും പറഞ്ഞ് തമ്മിലടിച്ച് മരിക്കാണ്. ഈ പറഞ്ഞ വരുന്ന ഇവരുണ്ടല്ലോ, മനുഷ്യരുണ്ടല്ലോ. ഞാൻ അതാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളൊക്കെ അമേരിക്കയിലോ ഇന്ത്യയിലോ റഷ്യയിലോ യൂറോപ്പിലോ എന്ത് ഭാഗ്യവാന്മാരാന്നറിയോ. ഇതൊന്നും നമ്മൾക്കല്ല. ഇവരനുഭവിക്കുന്നത് അവരുടെ സ്വന്തം രാജ്യത്ത്, സ്വന്തം നാട്ടില്, സ്വന്തം മതക്കാരിൽ നിന്നാണ് അവർ ഈ അനുഭവിക്കുന്നത്. എന്നിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ അവരോട് പറയാണ് മടുത്തു അവര്. കാരണം ജീവിതം മടുത്തിട്ടാണ് ഇവര് ഈ അഭയാർത്ഥികളായിട്ട് കടന്നു വരുന്നത്. ഇവിടെ എന്തെങ്കിലും സ്റ്റോറുകളിൽ ജോലിയോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ മതത്തിന് പറ്റിയത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ക്രിസ്ത്യാനിയില്ല, ജൂതനില്ല, ഹിന്ദു ഇല്ല, അവിശ്വാസിയില്ല, ആരുമില്ല. ഇവരുടെ മതക്കാർ മാത്രം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സമാധാനമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പൈശാചിക ബന്ധനം നിങ്ങളുടെ ഉള്ളിലുള്ളത്? ആരാണ് ഇത് പ്രവർത്തിക്കുന്നത്? മനുഷ്യരല്ല, പിശാചുക്കളാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് ഈ തമ്മിത്തല്ലിച്ചാവുന്നതിലുള്ള? നിങ്ങൾക്ക് ഏകീകരിച്ച ഒരു സർക്കാർ ഉണ്ടാക്കി ഇത് മധ്യപൂർവേഷ്യയിൽ അവര് ഈ ഗൾഫ് രാജ്യങ്ങള്, സൗദി രാജാവും UAE അവരൊക്കെ ഇത് വിട്ടു. അവര് ഇപ്പൊ ഈ ഞാനൊരു ഒരു വ്യക്തിയുടെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പേര്, ഒരു സൗദി പൗരനാണ് അദ്ദേഹം, അൽഫാദി എന്ന്, ALFADI, അൽഫാദി എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം ഒഹയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റുഡന്റ് വിസയിൽ വന്നു. സ്റ്റുഡന്റ് വിസയിൽ അദ്ദേഹം വരുമ്പോൾ സ്റ്റുഡന്റ് വിസയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം
മുസ്ലിം മതം അമേരിക്കയിൽ വളർത്തുക എന്നതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റിമണി ഉണ്ട്, സാക്ഷ്യം, അദ്ദേഹത്തിന്റെ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ഇപ്പൊ സൗദി അറേബ്യയിൽ ഏകദേശം 1,00,000 ആൾക്കാർ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മാറ്റി. അദ്ദേഹം ഇപ്പൊ പാസ്റ്റർ അൽഫാദിയാണ്, ഒരു സൗദി പൗരനാണ്, അവിടുത്തെ വലിയ ബിസിനസ്സുകാരന്റെ മകനാണ്. ഒഹയോയിൽ വന്ന് മുസ്ലിം മതം വളർത്താൻ വന്നു, പക്ഷെ അദ്ദേഹം തന്നെ സ്വന്തം പാസ്റ്ററായി, ക്രിസ്ത്യാനിയായി. ഇപ്പൊ അദ്ദേഹം ഇവിടുന്ന് അമേരിക്കയിൽ ഇരുന്നിട്ട് അവിടെ ഓൺലൈനായിട്ട് 1,00,000 ആൾക്കാർക്ക് എല്ലാ ദിവസവും ബൈബിളും സർവീസൊക്കെ കൊടുക്കുകയാണ്. അൽഫാദി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ അദ്ദേഹം പറയണ എൻ്റെ മതം എത്ര തീവ്രമാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇവിടെ വരേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അമേരിക്കയിൽ വരാൻ അദ്ദേഹം ഒരു ഇപ്പൊ സൗദി പൗരൻ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ പണമുണ്ട്, അവര് പ്രശസ്തിയുണ്ട്, അവർക്ക് ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും അതിനുള്ള ഇതിൽ ജീവിക്കാം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ തലപ്പാവും ലോഹയും അതൊക്കെ ഇട്ടിട്ടാണ് പാസ്റ്ററായിട്ട് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റിമണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഗൂഗിളിൽ ടെസ്റ്റ് ചെയ്ത് ഒന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇരുന്ന് സൗദി പോലുള്ള രാജ്യത്ത് 1,00,000 ആൾക്കാർ, ഇപ്പൊ സൗദിയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2-3 മില്യൺ ഉണ്ടാവുള്ളൂ, ഒരു 30 ലക്ഷം ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ 1,00,000 ആൾക്കാർ ഇദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ആക്കി, ഈ അൽഫാദി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്ന പോലെ ഈ മേഖല എന്തുമാത്രം തമ്മിത്തല്ലി ചാവുന്ന, എന്തുകൊണ്ടാണ് ഇങ്ങനെ തമ്മിത്തല്ലി ചാവുന്നേ, എന്തിൻ്റെയാണ് പ്രശ്നം എന്നുള്ളത് ഈ മതത്തിലുള്ളവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? നമ്മുടെ ഈ വക ടെൻഡൻസികൾ ഞാൻ കേരളത്തിൽ കാണുന്നു. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി നോക്കൂ. യുപിയിലോ ഇതൊക്കെ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ നാട്ടിൽ പ്രീണനം നടത്തിയിട്ട് ഇവിടെ പ്രബുദ്ധത എന്നും പറഞ്ഞ് മാധ്യമങ്ങളും പേടിച്ച് രാഷ്ട്രീയക്കാരും പേടിച്ചിരിക്കുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ വളരെ ഡേഞ്ചറസ് ആയ രീതിയിൽ ഈ സമുദായം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പൊ ഇവിടെ അമിത്ഷാ ഇരിക്കുന്ന കാലഘട്ടത്തിൽ PFI SDP PFI നിരോധിക്കുന്നു, സിമിനെ നിരോധിക്കുന്നു, PFI വരുന്നു, SDP വരുന്നു, ഓരോന്നിനും നിരോധിക്കുകയാണ്. എന്നാലും ഇത് വേറെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതേ നമ്മൾ കാണുന്ന ആലപ്പോലും ഡമാസ്കസിലും കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കാത്തതാ. പക്ഷെ നമ്മൾ ക്യാമറയിൽ കൂടെയും ഫോണിൽ കൂടെയൊക്കെ എടുത്ത് പലരും യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം എന്താണ് അവർ പ്രസംഗിക്കുന്നത്. വയലൻസ് ആണ്. ഇത് മറ്റുള്ളവരെ എങ്ങനെ ഇല്ലാണ്ടാക്കണം, എങ്ങനെ മറ്റു മതക്കാരെ കാഫിറുകളെ കൊല്ലണം എന്നൊക്കെയുള്ളതാണ്. ഇതേ മുദ്രാവാക്യങ്ങളാണ് ടെഹ്റാനിൽ കേട്ടിരുന്നത്. അതല്ലെങ്കിൽ ഗാസയില്, വെസ്റ്റ് ബാങ്കില്, ലെബനനില്, സിറിയ, ഇറാഖൊക്കെ എത്ര സമ്പന്നമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നതാണ്. തമ്മിൽ തല്ലിച്ചാകുന്ന ഒരു മതം, തമ്മിൽ രക്തപ്പുഴൊഴുക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത് ഈ മതം? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.